റീൽസ് കണ്ട് സമയം കളയാണ് നിങ്ങൾ. എക്സാം ഒക്കെ അടുത്തില്ലേ? അപ്പൊ നമുക്കൊരു PYQ പഠിച്ചാലോ? അപ്പൊ നമ്മൾ PYQ LGS ചോദിച്ചൊരു PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം ഇതാണ്, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ഏതാണ് ഉത്തരം? ബുധനാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം. അപ്പൊ ബുധനെ കുറിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കിയാലോ? ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ബുധൻ എന്ന് പറയുന്നത് ഒരു ഗ്രഹമാണ്, അതിന് ഉപഗ്രഹങ്ങളില്ലാന്ന് മനസ്സിലാക്കാം. രണ്ട്, സൗരയൂഥത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറുതും സൂര്യനോട് ചേർന്ന് നിൽക്കുന്നതുമായ ഗ്രഹമാണ് ബുധൻ. സൗരയൂഥത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറുതും സൂര്യനോട് ചേർന്ന് നിൽക്കുന്നതുമായ ഗ്രഹമാണ് ബുധൻ. അടുത്ത പോയിന്റ് നോക്കാം, ദീർഘവൃത്താകാരമായ ഭ്രമണപഥമുള്ള ഗ്രഹമാണ് ബുധൻ. അപ്പൊ ബുധന്റെ ഭ്രമണപഥം എന്ന് പറയുന്നത് ദീർഘവൃത്താകാരമായ ഭ്രമണപഥമാണ്. അടുത്ത നോക്കാം, അച്ചുതണ്ടിന്റെ ചരിവ് ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് ബുധൻ. ബുധന്റെ അച്ചുതണ്ടിന്റെ ചരിവ് ഏറ്റവും കൂടുതലാണ്. സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ ബുധൻ എടുക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് 88 ഭൗമദിനങ്ങളാണ്. സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ ബുധൻ എടുക്കുന്ന കാലയളവ് 88 ഭൗമദിനങ്ങളാണ്. അടുത്തത്, പ്രഭാതത്തിലും സന്ധ്യാസമയത്തും മാത്രം നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. അടുത്ത നോക്കാം, ആദ്യമായിട്ട് ബുധനെ നിരീക്ഷിച്ച ബഹിരാകാശ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ മാരിനർ 10 ആണ്. മെസഞ്ചർ എന്ന് പറഞ്ഞൊരു ബഹിരാകാശ പേടകവും ബുധനെ നിരീക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നോക്കാം, ബുധന്റെ കാമ്പിൽ ഇരുമ്പിന്റെ അംശം വളരെയധികം കൂടുതലാണ്. ഇനി നോക്കാം, ബുധനിൽ കാണപ്പെടുന്ന ഒരു ഗർത്തമാണ് ദ സ്പൈഡർ. അപ്പൊ പ്രധാനപ്പെട്ട ബുധനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ഇത് സെറ്റായി വിശ്വസിക്കുന്നു. തുടർന്നും ഇത്തരം ക്ലാസ്സുകൾക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.